ഓം ഗുരുഭ്യോ നമഃ. നമ്മുടെ തിരുവാതിരക്കളിയുടെ ഇന്നത്തെ ക്ലാസ് നമുക്ക് കാണാം. ഇന്ന് ഞാൻ ഒരു 2 സ്റ്റെപ്പ് പഠിപ്പിച്ചിട്ടുണ്ട്. അതും ഈസി ആയിട്ടുള്ള സ്റ്റെപ്പ് തന്നെയാണ് പഠിപ്പിച്ചിട്ടുള്ളത്. ഞാൻ എപ്പോഴും ഈസി സിമ്പിൾ എന്ന് പറയണില്ല. അപ്പം അതിൻ്റെ പാട്ടും കൂടെ ഇട്ടിട്ടാണ് ചെയ്യുന്നത്. അപ്പം നമ്മൾ ഇന്നലെ കഴിഞ്ഞ ക്ലാസ്സിൽ, അതായത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പാട്ടിൻ്റെ ഒരു ലൈൻ ഇട്ടിട്ടാണ് നമ്മൾ ഡാൻസ് ചെയ്തത്. അതിന് മുമ്പിൽ ഒരു ലൈനും കൂടി ഉണ്ട്. പാട്ടിൻ്റെ ഫസ്റ്റ് ലൈൻ ഞാൻ എടുത്തിട്ടില്ലായിരുന്നു, സ്റ്റെപ്പ് മാത്രമേ ചവിട്ടുള്ളൂ. അപ്പം അത് എടുക്കാൻ പറ്റില്ല പാട്ട്. അപ്പം അത് ഞാൻ ചേർത്ത് ഒരുമിച്ച് ഇട്ട് തരാം നിങ്ങൾക്ക്. അപ്പം ഇന്ന് പാട്ടും കൂടെ ഇട്ടാണ് ഇന്ന് ചെയ്യുന്നത്. അപ്പം നിങ്ങൾ അത് കണ്ടു നോക്കണം. കണ്ടു നോക്കിയിട്ട് അഭിപ്രായം പറയാം. കണ്ടു നോക്കൂ. ശരി, നമുക്കിന്ന് പുതിയ സ്റ്റെപ്പ് പഠിക്കാം. നേരത്തെ പഠിച്ചുള്ള സ്റ്റെപ്പാണത്. ഇതാണ് സ്റ്റെപ്പ്. 1 2 3 4 അറിയാവുന്ന സ്റ്റെപ്പാണ്. പക്ഷെ ഡബിളായിട്ട് ചെയ്യണം, അത്രയേ ഉള്ളൂ. 1 2 3 4 1 2 3 4. അതേപോലെ തന്നെ ഇങ്ങോട്ട് ചെയ്യണം. 1 2 3 4 1 2 3 4. അപ്പൊ രണ്ട് സൈഡിൽ 2 സ്റ്റെപ്പ് വെച്ച് ചെയ്യണം. ഞാൻ ചേർത്ത് ചെയ്ത് കാണിച്ചു തരാം. 1 2 3 4 1 2 3 4 1 2 3 4 1 2 3 4. ഇതാണ് സ്റ്റെപ്പ്. ചെയ്ത് നോക്കൂ. സ്റ്റെപ്പ് നമുക്ക് ചവിട്ടാം. ചെയ്തോളൂ. 1 2 3 4 1 2 3 4 1 2 3 4 1 2 3 4. ഇത് മതി. പക്ഷെ ഇനി നമുക്ക് ഒന്ന് ചരിഞ്ഞ് താഴ്ന്നൊക്കെ ചെയ്യണം. അതായത് നമ്മൾ വലത്തോട് ചെയ്യുമ്പോൾ ഇടത്തോട് ചെരി അങ്ങനെ അറിയില്ലേ, അത് ചെയ്യാം. നമുക്ക് പഠിക്കാം. അറിയാവുന്ന സ്റ്റെപ്പാണ്. വെറുതെ ചുറ്റിയിടണേ. 1 2 3 4. അതുപോലെ ഇങ്ങോട്ടും 1 2 3 4. രണ്ട് സൈഡിലോട്ടും ഒന്ന് കറങ്ങുന്നു, അത്രയേ ഉള്ളൂ. അറിയാവുന്ന സ്റ്റെപ്പല്ലേ? ചെയ്തു. ബാക്കി സ്റ്റെപ്പ് പഠിപ്പിച്ചല്ലോ, അത് ചെയ്യണം. ഒപ്പം ഒന്ന് ചിരിക്കും കൂടെ ചെയ്യണം. അത് ചെയ്തോളൂ. 1 2 3 4 5 6 7 8. ഒരുമിച്ച് കറങ്ങി നിൽക്കണേ. ഒരുമിച്ച് കറങ്ങി നിൽക്കണം. ഒന്നും കൂടെ. 1 2 3 4 5 6 7 8. അവിടെ ഒരാൾ സംശയിച്ചു നിന്നു. 5 6 ആണോ 1 2 3 ആണോ സംശയിച്ചു നിന്നു. അത് വേണ്ട. ആര് സംശയിച്ചു ഞാൻ കൈ വേണമെങ്കിൽ ചൂണ്ടിക്കാണിച്ചു തരാം. വേണ്ടല്ലോ. അപ്പൊ നമുക്കൊന്നുകൂടി ചെയ്യാം. നോക്കല്ലേ. 1 2 3 4 5 6 7. ഇല്ല, ഒരേ സൈഡിലോട്ട് കറങ്ങി ഇല്ലേ? ഒരേ സൈഡിലോട്ട് കറങ്ങി. ആദ്യം റൈറ്റ് പിന്നെ ലെഫ്റ്റ് കറങ്ങണം. അങ്ങനല്ലേ കറങ്ങണ്ടേ? ഒന്നും കൂടെ 1 2 3 4. അടുത്തോണ്ട് 5 6. അതാണ് 7 8. കറക്റ്റ്. നല്ല കുട്ടികൾ കേട്ടോ. മനസ്സിലായത് നന്നായിട്ട്. ശരിയാണ്. 1 2 3 4 5 6 7 8 1 2 3 4 5 6 7 8. ഇതൊക്കെ ഈസി സ്റ്റെപ്പ് അല്ല, നമ്മൾ നേരത്തെ ചെയ്ത ഈ സ്റ്റെപ്പ്. പക്ഷെ ഇത് എല്ലാം കൂടെ കണക്ട് ചെയ്ത് വേണം, അത്രയേ ഉള്ളൂ. 1 വെച്ചു. 1 2 3 4 5 6 7 8 1 2 3 4 5 6 7 8. ചെയ്ത് നോക്കൂ. ചവിട്ടാം. രണ്ടാമത്തെ 1 2 3 4 5 6 7 8 1 2 3 4 5 6 7 8. 1 2 3 4 5 6 7 8 1 2 3 4 5 6 7 8. 1 2 3 4 5 6
7 8 1 2 3 4 5 6 7 8 ഇതാണ് നമ്മൾ ചേർത്ത് ചെയ്യേണ്ടതാണ്. നമ്മൾ ഒരുമിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യേണ്ട സ്റ്റെപ്പാണ്. നമ്മൾ പഠിച്ച സ്റ്റെപ്പിന്റെ കൈയാണിത്. ഇപ്പം 1 2 3 4 5 6 7 8 താഴ്ന്നു കൊടുത്തു. 1 ചെറിയ 2 3 4 5 6 7 8 ഇങ്ങനെ നമ്മൾ അങ്ങോട്ടും ഇവിടെ ചെരിഞ്ഞു താഴ്ന്നു. അത്രയേ ഉള്ളൂ. മനസ്സിലായിട്ടുണ്ടല്ലോ അല്ലേ? ചെയ്തു നോക്കൂ. ചിരിക്കണ്ട, നമുക്ക് ചെയ്യാം. റെഡി. 1 2 3 4 5 6 7 8 1 2 3 4 5 6 7 8 നന്നായിട്ട് മനസ്സിലായി അല്ലേ? നമുക്കിനി ചേർത്ത് ചെയ്താലോ? ചെയ്യാം. 5 6 7 8 നന്നായിട്ട് മനസ്സിലായല്ലോ? ശരി. 1 2 3 4 5 6 7 8 1 2 3 4 5 6 7 8 അടുത്തത് 1 2 3 4 5 6 7 8 ഇനി അടുത്തത് 1 2 3 4 5 6 7 8 1 2 3 4 കണ്ടോ? ശരി, ചെയ്യാം നമുക്ക്. 1 2 ചിരിക്കുന്നില്ല 3 4 5 6 7 8 1 2 3 4 5 6 7 8 1 2 3 4 1 2 3 4 ഇതാണ് സ്റ്റെപ്പ് അല്ലേ? നോക്കട്ടെ ശരിയായോ എന്നൊരു സംശയം എനിക്ക്. അത് ഒന്നുകൂടെ ചെയ്യാം നമുക്ക്. ചെയ്തോ? നോക്കി. ഞാൻ ഇപ്പൊ നോക്കിയില്ലേ കണ്ണുകൊണ്ട്. അപ്പൊ എനിക്ക് മനസ്സിലായി തെറ്റിയത്, സംശയം. അതൊക്കെ ഒന്നും കൂടെ ചെയ്യാൻ നോക്ക. റെഡി, നോക്കിക്കോളൂ. 1 2 3 4 5 6 7 8 1 2 3 4 5 തെറ്റിച്ചു. അതാണ് ഞാൻ പറഞ്ഞത്, തെറ്റിച്ചു. രണ്ടാമത്തെ കാല് തെറ്റിപ്പോയി. കാലം കൊണ്ട് എടുക്കും നമ്മള്. അല്ലല്ലോ, അതാണ് എടുക്കേണ്ടത്. മനസ്സിലായോ? അപ്പൊ ഞാൻ പറഞ്ഞത് കുഴപ്പമില്ലല്ലോ, തെറ്റിയത്? ശരി. അപ്പൊ നമ്മൾ ചെയ്യാം നമുക്ക്. 1 2 3 4 5 6 7 8 1 2 3 4 5 6 കറക്റ്റ് 7 8 1 2 3 4 5 6 7 8 മിടുക്കികളാണല്ലോ. നമുക്കിനി അടുത്ത സ്റ്റെപ്പ് ചോട്ടാ അല്ലേ? ശരി, ചെയ്യാം. റെഡി. 1 2 3 4 5 6 7 8 1 2 3 4 5 6 7 8 ഒരു സെക്കൻഡ്. നിങ്ങൾ ഇങ്ങോട്ട് വന്നപ്പം എല്ലാവരും കൈ ഇങ്ങനെ തിരിച്ചും മറിച്ചും ചെയ്തില്ല, കൈ നേരെ വെച്ചു. നിങ്ങൾക്ക് കൈ തിരിച്ചും മറിച്ചും വെക്കാൻ ബുദ്ധിമുട്ടുണ്ടോ? കൈ തിരിച്ചു മറിച്ച് വെക്കാനേ അറിയാൻ പാടുള്ളൂ, നേരെ വെക്കാൻ ബുദ്ധിമുട്ടാണ്. അപ്പൊ തിരിച്ചു മറിച്ച് വെച്ചില്ലല്ലോ? വെച്ചോ? ഓക്കെ. അപ്പൊ ഒന്നുകൂടെ നമുക്ക് ചെയ്യാം. ഇല്ല, വെച്ചില്ല. അപ്പൊ ഒന്നുകൂടെ കുട്ടി വെറുതെ നടന്നു, ആ കുട്ടി കൈ വെച്ചില്ല. ശരി. അപ്പൊ ഒന്നുകൂടെ നോക്കാം നമുക്ക്. വെറുതെ വെക്കല്ലേ, ആ താളത്തിനനുസരിച്ച് വെച്ചാൽ മതി. ഓക്കെ, റെഡി. ചെയ്തോളൂ. 1 2 3 4 ചെയ്തോളൂ. ഞാനാണോ തെറ്റിച്ചേ? അന്ന് ഞാൻ ക്ഷമ ചോദിക്കുന്നു. ചെയ്തോളൂ. 1 2 3 4 5 6 7 8 1 2 3 4 5 6 7 8 കറക്റ്റ് ആണ്. സംശയമൊന്നുമില്ലല്ലോ?
ഒരു പ്രാവശ്യം കൂടെ ചെയ്യാൻ നമുക്ക് സ്റ്റെപ്പ് ചോട്ടാം. ഒന്നും കൂടെ ചെയ്തോളൂ. 1 2 3 4 5 6 7 8 1 2 3 4 5 6 7 8. നന്നായിട്ട് മനസ്സിലായി, സംശയമൊന്നുമില്ലല്ലോ അല്ലേ? ഇല്ലല്ലോ സംശയം. ശരി, ആദ്യം തൊട്ട് പാട്ട് പാടണോ? ഓ, എന്നാ ആയിക്കോട്ടെ, പാട്ടോ. ഞാൻ വെച്ച് നിങ്ങൾ ഒരു പ്രാവശ്യം കൂടെ സ്റ്റെപ്പ് ശരിയാക്കിയിട്ട് പാടാമെന്ന് വിചാരിച്ചു. ശരിയാക്കി, ഇത് സംശയമില്ല. അപ്പൊ തെറ്റിയാൽ ഞാൻ വീണ്ടും നമ്പറിലോട്ട് പോകും, പാടില്ല. ഓക്കെ, റെഡി ആണല്ലോ? ശരി, ആദ്യം തൊട്ട് പാടാൻ പോവാണ്. പോതകന്മാരെ വധിപ്പാൻ ജരസി നീനച്ചുകൊണ്ടു, പോതകന്മാരെ വധിപ്പാൻ ജരസി നീനച്ചുകൊണ്ടു, പദവിയായി നടന്നോരു പുതന തന്നെ, പദവിയായി നടന്നോരു പുതന തന്നെ. മാരെ വധിപ്പാൻ ജരസി നീനച്ചുകൊണ്ടു, പദവിയായി നടന്നോരു പുതന തന്നെ. ജഗന്മാരെ വധിപ്പാൻ ജരസി നീനച്ചുകൊണ്ടു, പദവിയായി നടന്നോരു പുതന തന്നെ, പദവിയായി നടന്നോരു പുതന തന്നെ. നന്നായിട്ട് മനസ്സിലായല്ലോ അല്ലേ? ഇനി നമുക്ക് നോക്കാം. കണ്ടു നോക്കിയല്ലോ നിങ്ങള്? കണ്ടല്ലോ അല്ലേ? സ്റ്റെപ്പൊക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. പിന്നെ ഇവര് കുറച്ച് ഞാൻ ഈ എപ്പോഴും 1 2 3 പറയുന്നുണ്ട്, അവരെന്നെ ദേഷ്യപ്പെടുവാണ്. 1 2 3 പറയണ്ട, പാടാൻ പറയുകയാണ് എൻ്റെ അടുത്ത്. അപ്പൊ ഞാൻ വിചാരിച്ചു ശരി, പാടി കൊടുക്കാം വിചാരിച്ചു. കാരണം ഇതൊക്കെ ആദ്യം പഠിക്കുന്നതുകൊണ്ടാണ് ഈ 1 2 3 ആകുമ്പോഴേ എല്ലാവർക്കും മനസ്സിലാവുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് 1 2 3 4 ഒക്കെ പറഞ്ഞു തരുന്നത്. അപ്പം ഇനി ഞാൻ മാറ്റിയാലോ എന്ന് വിചാരിക്കുന്നതിന് ഈ 1 2 3 4 എന്ന് പറയുന്നതിന് പകരം തെയ്ത്താന്ന് പറഞ്ഞാലോ എന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. പക്ഷെ അതങ്ങനെ ചെയ്യാമോ എന്ന് എനിക്കറിയില്ല, തിരുവാതിരയായതെന്ന് എനിക്കറിയില്ല. എൻ്റെ ടീച്ചറൊക്കെ പഠിപ്പിച്ചിരുന്നത് ഇങ്ങനെ തന്നെയാണ്. ഈ 1 2 3 4 1 2 3 4 പറഞ്ഞാണ് പഠിപ്പിച്ചിട്ടുള്ളത്. പിന്നെ ഇത്രയും സ്റ്റെപ്സ് ഇല്ലായിരുന്നു, വളരെ കുറച്ച് സ്റ്റെപ്സ് ഇല്ലായിരുന്നുള്ളൂ. തിരുവാതിരയുടേതായിട്ടുള്ള കുറച്ച് സ്റ്റെപ്സുകളുണ്ടായിരുന്നു. പാട്ടുകൾ ധാരാളം അന്നും ഉണ്ടായിരുന്നു, ഇഷ്ടമാതിരി പാട്ട് അന്നും ഉണ്ടായിരുന്നു. ഇതുപോലെയൊക്കെ തന്നെയാണ് സ്റ്റെപ്സുകളൊക്കെ. പിന്നെ ഞാൻ കുറച്ചുകൂടെ സ്റ്റെപ്സ് നമ്മളും കൂടെ ഉണ്ടാക്കിയിടാറുണ്ട്, കൂടെ പറ്റിയ സ്റ്റെപ്സ് ഇടാറുണ്ട്. അങ്ങനെ കുറച്ച് സ്റ്റെപ്സ് ഇട്ടിട്ടുണ്ട്. പിന്നെ നമസ്കാരം, എന്റെ പഠിപ്പിച്ചിട്ടുള്ള ടീച്ചർ നമസ്കരിക്കണം, വെറുതെ നമ്മൾ നിലത്ത് ഇങ്ങനെ കൈ തൊട്ട് തൊടും, അത്രയേ ഉള്ളൂ നമസ്കരിക്കാൻ. അപ്പൊ ഞാൻ വിചാരിച്ചു അത് വേണ്ട, നമുക്ക് അത് വേണ്ടാന്ന് തന്നെ ഉരുന്നതല്ല കേട്ടോ, അത് വേണ്ടെന്ന് തന്നെ എല്ലാവരും ചെയ്തു. അപ്പൊ നമ്മുടെ മോഹിനിയാട്ടത്തിന് അതിൻ്റെതായിട്ടുള്ള പ്രത്യേകതരം പിന്നെ ഇതുണ്ട്, ഭരതനാട്യത്തിന് അതിൻ്റെ ഉണ്ട്, കുച്ചിപ്പുടിയുടെ ഉണ്ട്, എല്ലാത്തിനും അതിൻ്റെതായിട്ടുള്ള നമസ്കാര കർമ്മങ്ങളുണ്ട്. അത് വേണമെങ്കിൽ അറിയാൻ സംശയം, ഞാൻ അതിന് നമസ്കാര കർമ്മങ്ങൾ മാത്രം എല്ലാം കൊണ്ട് റിസൾട്ട് തരാം. അപ്പോൾ ഞാൻ വിചാരിച്ചു അപ്പോൾ തിരുവാതിരയ്ക്ക് എന്തെങ്കിലും നമസ്കാര കർമ്മം ഇടാം എന്ന് വെച്ചാൽ ഞാൻ സ്വന്തമായിട്ട് തീരുമാനിച്ചിട്ടതാണ്. അതിന് പിന്നെ ആരും ഒന്നും പറയേണ്ട ആവശ്യമില്ല. ഞാൻ എൻ്റെ രീതിയിൽ ഞാൻ ഇട്ടു, അത്രേ ഉള്ളൂ. അത് നിങ്ങൾക്ക് സ്വീകരിക്കുകയോ തള്ളുകയോ അതൊക്കെ ചെയ്യാം, കുഴപ്പമില്ല. പക്ഷെ ഞാൻ ഇത് തീരുമാനിച്ചത് മതി നമസ്കാരം. ഇത് തിരുവാതിരയിലുള്ള അതേ അളവ്, അതേ സ്റ്റെപ്സ് ഉപയോഗിച്ച് ഒരു നമസ്കാരം ഇടുന്നേ ഉള്ളൂ. അപ്പൊ അതാണ് എൻ്റെ ഈ സ്റ്റുഡൻസ് ഇപ്പോൾ ആ നമസ്കാരം ചെയ്തിട്ടാണ് അവര് ചെയ്യാറുള്ളത്. അപ്പൊ നിങ്ങളത് കണ്ടു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നൊക്കെ അഭിപ്രായം പറയണം. ഞാൻ എപ്പോഴും അങ്ങനെ പറയുന്നുണ്ട്, പക്ഷെ വളരെ കുറച്ച് അഭിപ്രായങ്ങളെ വരുന്നുള്ളൂ എനിക്ക്. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമല്ലേ. അപ്പൊ നിങ്ങൾ കാണുക, കണ്ടിട്ട് ഇഷ്ടപ്പെടുന്നത് ലൈക്ക് ചെയ്യുകയോ എന്തെങ്കിലും ചെയ്യുക. പിന്നെ നിങ്ങൾ കുറേ എനിക്ക് തോന്നുന്നു വ്യൂവേഴ്സ് കാണുമ്പോൾ നമുക്ക് അത്രയും കാണുന്നില്ല. സബ്സ്ക്രൈബേഴ്സ് എനിക്ക് തോന്നുന്നു ഒന്ന് കണ്ടിട്ട് ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് ഇങ്ങനെ പോവുകയായിരിക്കും. അതും നമുക്കൊന്നും പറയാൻ ഒക്കില്ല, അതൊക്കെ നിങ്ങളുടെ സൗകര്യമാണ്. എങ്കിലും ഞാനൊന്ന് അപേക്ഷിക്കുകയാണ്, നിങ്ങൾ പഠിക്കണമെന്നുണ്ടെങ്കിൽ ഇത് ഫുൾ കണ്ടാലേ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുള്ളൂ.
അല്ലാതെ പഠിക്കാൻ പറ്റില്ല. അപ്പോഴേ അറിയാൻ പറ്റുന്നത് എങ്ങനെ ചെയ്താൽ ഭംഗിയാക്കാം. നിങ്ങൾക്കും കുറച്ചുകൂടി ചെയ്യാലോ നന്നായിട്ട്. അപ്പം അതൊന്ന് ശ്രമിച്ചു നോക്കണം. ഇത്രയും നേരം എല്ലാവരും കണ്ട് പഠിച്ചതിന് എല്ലാവർക്കും മനസ്സിലായി.